ഒരുപാട് പേരുടെ ഹോം ടൂർസ് ഞാൻ പല ചാനലിലായിട്ട് ചെയ്തിട്ടുണ്ട്. പക്ഷെ ഫോർ ദ ഫസ്റ്റ് ടൈം എന്റെ ചാനലിന് വേണ്ടിയിട്ട് ഞാൻ എന്റെ ഹോം ടൂർ ചെയ്യാണ്. സോ പിന്നെ ഇവിടെ കുക്കിംഗ് പരിപാടികളൊന്നും ഇല്ല. ഞാൻ ഒറ്റയ്ക്ക് താമസിക്കുന്നുണ്ട്. ഒറിജിനൽ പ്ലാന്റ്സ് കേട്ടോ, ഞാൻ തന്നെ നട്ടു വളർത്തിയ കുറച്ച് പ്ലാന്റ്സ് ഒക്കെ ഇവിടെ ഒരു ഭംഗിക്ക് വേണ്ടിയിട്ട് ഇൻഡോർ പ്ലാന്റ്സ് ആയിട്ട് ഇവിടെ കൊണ്ടുവച്ചിട്ടുണ്ട്. എല്ലാ ദിവസവും വൈകുന്നേരം ഇവിടെ തിരികൊടുത്തി പ്രാർത്ഥിക്കണം എന്നൊക്കെയാണ് മനസ്സിൽ. പക്ഷെ സമയം കിട്ടാത്തതുകൊണ്ട് ആ പരിപാടിക്ക് നിൽക്കാറില്ല. പക്ഷെ ഇടിയും മിന്നലൊക്കെ ഉള്ള ദിവസം അല്ലെങ്കിൽ ഭയങ്കര കാറ്റും കോളും ഒക്കെ ഉള്ള ദിവസം ഞങ്ങളുടെ വീട് ഇടിഞ്ഞു പൊളിഞ്ഞ് വീടോ എന്നുള്ളത് എനിക്ക് വലിയ ടെൻഷനായിരുന്നു. ഞാൻ വലിയ വീട്ടിലെ കുട്ടീന്നൊക്കെ ഉള്ളൊരു സെറ്റപ്പിലൊക്കെയാണ് എപ്പോഴും നടത്തവും പോക്കും ഒക്കെ. പിറ്റേ ദിവസം എനിക്ക് സ്കൂളിൽ പോകാൻ എനിക്ക് ഭയങ്കര മടിയായിരുന്നു. കാരണം ഇത്രയും നാള് ഞാൻ പറഞ്ഞ കള്ളങ്ങളൊക്കെ വെച്ചിട്ട് ഇവരെന്നെ ഏത് രീതിയിലായിരിക്കും റിസീവ് ചെയ്യാന്നുള്ളത് എനിക്ക് വൻ പേടിയായിരുന്നു. അതായത് എനിക്ക് സന്തോഷം വരുമ്പോഴും ദുഃഖം വരുമ്പോഴും എന്തെങ്കിലും ടെൻഷൻ വരുമ്പോഴും എനിക്ക് പോവാൻ നിന്ന് കയറി നിൽക്കാൻ ഇഷ്ടമുള്ള ഒരു സ്പേസ് ആണ്. ആ സ്പേസ് ആണ് ഞാൻ കാണിച്ചു തരാൻ പോകുന്നത്. ഈ വീട്ടിലെ എന്റെ ഒരു ഗണപതിയുടെ വിഗ്രഹം വെച്ചിട്ടുണ്ട്. അതെനിക്ക് രാവിലെ എഴുന്നേൽക്കുമ്പോ ഗണപതിനെ കണ്ട് ഉണരാലോ എന്ന് എഴുതിയിട്ടാണ്. കിടക്കുന്നതിന്റെ ജസ്റ്റ് ഓപ്പോസിറ്റ് ആയിട്ട് എന്റെയും അമ്മയുടെയും ഒരു ഫോട്ടോ വെച്ചിട്ടുണ്ട്. എന്റെ ഫ്രണ്ട് എനിക്ക് ബർത്ത്ഡേ ഗിഫ്റ്റ് ചെയ്താണ്. നമ്മളുടെ കൂടെ ഉണ്ടാവണം, നമുക്ക് ഒരുമിച്ച് വളരാം, ഒരുമിച്ചൊരു കമ്മ്യൂണിറ്റി ഫാമിലി ബിൽഡ് ചെയ്തെടുക്കാം. കഴിഞ്ഞ മാർച്ചിലാണ് എന്റെ ആദ്യത്തെ സംരംഭം ഞാൻ ചുവടെടുത്ത് ഫ്രണ്ടിലേക്ക് വെച്ചത്. ആ സമയത്ത് എനിക്ക് ഒരുപാട് ആശങ്കകൾ ഉണ്ടായിരുന്നു. ഇതെനിക്ക് ഫിനാൻഷ്യലി ഫീസിബിൾ ആവും, ഇത് അക്സെപ്റ്റ് ചെയ്യും, ഇത് എത്ര കാലം കൊണ്ട് ഗ്രോ ആവും എന്നൊക്കെയുള്ള ഒരുപാട് ആശങ്കകൾ ഉണ്ടായിരുന്നു എന്റെ പോഡ്കാസ്റ്റ് ചാനൽ ഞാൻ സ്റ്റാർട്ട് ചെയ്ത സമയത്ത്. കാരണം ഒരുപാട് റിജക്ഷൻസ് ആ സമയത്ത് ഞാൻ ഫേസ് ചെയ്തിട്ടുണ്ട്. ഞാൻ വേറെ പല ചാനലുകൾ അപ്ലൈ ചെയ്തിട്ട് എനിക്ക് കിട്ടുന്നില്ല, പലരും എന്നെ വേണ്ട പോലെ കൺസിഡർ ചെയ്യുന്നില്ല. അപ്പൊ പിന്നെ എന്ത് എന്നുള്ള ചോദ്യത്തിൽ നിന്നാ നമുക്ക് പുതിയൊരു പോഡ്കാസ്റ്റ് സ്വന്തമായിട്ട് തുടങ്ങാന്നുള്ള ചിന്ത വരുന്നത്. ആ പോഡ്കാസ്റ്റ് ചാനൽ വളരെയധികം നല്ല രീതിയിൽ പോവുകയും ആളുകളിലേക്ക് അക്സെപ്റ്റ് ചെയ്യുകയൊക്കെ ചെയ്ത ഒരു 10 മാസം കഴിയുമ്പോഴാണ് എന്റെ അടുത്ത സംരംഭമായിട്ട് ഞാൻ വരുന്നത്. ലെറ്റ് മീ ഡിസ്ക്ലോസ് മൈ ന്യൂ വെഞ്ചർ, ഐ പേഴ്സണലി ബൈ ആഷിഖ് റഫീഖ്. ഇതില് നമ്മൾ പേഴ്സണലായിട്ട് പരിപാടികളും എന്റെ കാര്യങ്ങളൊക്കെ പറഞ്ഞുകൊണ്ട് നമ്മളൊരു പേഴ്സണൽ ചാനലിലൂടെ സ്റ്റാർട്ട് ചെയ്യാണ്. എന്റെ പോഡ്കാസ്റ്റ് ചാനൽ ഉണ്ടായ അതേ സപ്പോർട്ട് എന്റെ പേഴ്സണൽ ചാനലിൽ ഉണ്ടാവുമെന്ന് വിചാരിക്കുന്നു. സോ എന്റെ പോഡ്കാസ്റ്റ് ചാനൽ ഞാൻ സ്റ്റാർട്ട് ചെയ്തത് എന്റെ കഥ പറഞ്ഞുകൊണ്ടാണ്, എന്റെ ബാല്യം പറഞ്ഞുകൊണ്ടാണ്, എന്റെ ഒരു റൂട്ട്സ് പറഞ്ഞുകൊണ്ടാണ്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ എന്റെ പേഴ്സണൽ ചാനൽ സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് ഒരു ഹോം ടൂറ് ഞാൻ വളരെയധികം ആഗ്രഹിച്ച് മാറിയ എന്റെ ഒരു റെന്റഡ് ഹോം കാണിച്ചുകൊണ്ട് തന്നെ ആ വീഡിയോ സ്റ്റാർട്ട് ചെയ്താലോ എന്ന് കരുതുന്നു. അപ്പൊ പിന്നെ വലിയ വിലമ്പെടുത്തൊന്നും ഇല്ലാതെ നമുക്കെന്നാ ഹോം ടൂറിലേക്ക് കിടക്കാം അല്ലേ? യെസ്, കം. എന്റെ ഒരു ഓർമ്മ വെച്ച നാൾ മുതൽ ഞാൻ എന്റെ ഒരു 3ാം ക്ലാസ്സിൽ പഠിക്കുന്നവരെ ഞങ്ങൾ വാടകയ്ക്ക് ഒരൊറ്റ മുറി വീട്ടില്, അതായത് ഒരു ബെഡ്റൂമും ഒരു കിച്ചണും ഒരു അറയിലും മാത്രമുള്ള ഒരു വീട്ടിലാണ് ഞാൻ എന്റെ ഒരു ഓർമ്മ വെച്ച ഒരു 3ാം ക്ലാസ് വരെ താമസിച്ചുകൊണ്ടിരുന്നത്. അപ്പൊ അന്നൊക്കെ നമ്മൾ ഈ കാലവർഷം ആയി കഴിഞ്ഞാൽ അല്ലെങ്കിൽ ഇടിയും മിന്നലുള്ള ദിവസങ്ങളൊക്കെ എനിക്ക് ഭയങ്കര പേടിയാണ്. കാരണം ഞങ്ങളൊരു ചെറിയൊരു ഓടിട്ട വീടാ ആയതുകൊണ്ട് തന്നെ ഇടിയും മിന്നലൊക്കെ ഉള്ള ദിവസം അല്ലെങ്കിൽ ഭയങ്കര കാറ്റും കോളും ഒക്കെ ഉള്ള ദിവസം ഞങ്ങളുടെ വീട് ഇടിഞ്ഞു പൊളിഞ്ഞ് വീടോ എന്നുള്ളത് എനിക്ക് വലിയ ടെൻഷനായിരുന്നു. എനിക്കറിയില്ല, ആ ഏജിൽ എനിക്ക് തോന്നുന്നു ഓടിട്ട വീടൊക്കെ ഒട്ടും സുരക്ഷിതമല്ല എന്നുള്ള രീതിയിൽ ഞാൻ ഇങ്ങനെ വിശ്വസിച്ച് പോകുന്ന ഒരാളാണ് ഞാൻ. അതൊക്കെ ശേഷം എന്റെ ഒരു 3ാം ക്ലാസ്സിൽ പഠിക്കുന്ന സമയത്ത് നമ്മൾ ചെറിയൊരു വീട് പണിതിട്ട് നമ്മൾ ആ വീട്ടിലേക്ക് മാറുന്നത്. പക്ഷെ അത് എന്റെ ഒരു ഭയങ്കര ഒരു ഡ്രീം വീടൊന്നുമല്ല. ചെറിയ വീട്, ഒരു ഒറ്റ ബെഡ്റൂം, ഒരു ഹോൾ, ഒരു കിച്ചൺ, ഒരു ബാത്റൂം, ഒരു അരയനൊക്കെ മാത്രമുള്ള വളരെ ചെറിയൊരു വീടാണ്. ഞാനൊക്കെ എന്റെ ഒരു 3ാം ക്ലാസ് തൊട്ടൊരു +2 വരെ ഏതാണ്ട് ആ വീട്ടിലാണ് താമസിച്ചുകൊണ്ടിരുന്നത്. പക്ഷെ ഞാനപ്പോ എന്റെ സ്കൂളിലൊക്കെ ഞാൻ പഠിച്ചിരുന്നത് സ്കൂളിൽ ഒരു 6-8 കിലോമീറ്റർ അപ്പുറം. അപ്പൊ എനിക്ക് ഇപ്പോഴും ഓർമ്മയുണ്ട്, എന്റെ സ്കൂളിൽ ചെന്നിട്ട് ഞാൻ മറ്റേ റോമയായിരുന്നു, പിന്നെ അമ്മിനെ കൂടുതല. ഞാൻ ഇങ്ങനെ വലിയ വായില് വർത്താനം പറയും, ഭയങ്കര ജാടയും അഹങ്കാരവും ഒക്കെ ഉള്ള കുട്ടിയാണ്. അതായത് വലിയ വീടാണ്, കാറുണ്ട്, ബെൻസ് കാറുണ്ട്, വലിയ പട്ടി, ആ സാധനമായിരുന്നു മറ്റേ റോമയൊക്കെ പറയുന്ന പോലെ. ഞാൻ വലിയ വീട്ടിലെ കുട്ടി എന്നൊക്കെ ഉള്ളൊരു സെറ്റപ്പിലൊക്കെയാണ് എപ്പോഴും നടത്തവും പോക്കും ഒക്കെ. അപ്പൊ പക്ഷെ എന്റെ വീട്ടിലേക്ക് ഞാൻ ആരെയും കൊണ്ടുവരുന്നില്ല. അതായത് 6-8 കിലോമീറ്റർ അപ്പുറം, 6-8 കിലോമീറ്റർ താണ്ടി എന്റെ വീട്ടിലേക്ക് ഞങ്ങളുടെ സ്കൂളിൽ നിന്ന് ആരും വരാൻ പോകുന്നില്ല. അതെങ്കിൽ ഭയങ്കര വൻ കോൺഫിഡൻസ് ആയിരുന്നു. അപ്പൊ ഞാൻ സ്കൂളിലൊക്കെ പോയിട്ട് വൻ ഡയലോഗ് ആയിരുന്നു, വീട്ടിലെ ബാത്റൂമിലെ മറ്റേ ബാത്ടബിന് എന്തോ എന്ന് കേടുന്നൊക്കെ പറയുന്ന ആ സെറ്റപ്പാ. അപ്പൊ ഇനി ഒരു 7ാം ക്ലാസ്സിൽ വരെ ഞാൻ ആ കള്ളത്തിൽ ഭയങ്കരമായിട്ട് പ്രിവിലേജ്ഡ് ആയിട്ട് സ്കൂളിൽ പോയിരുന്ന ആളാണ്. 7ാം ക്ലാസ്സിൽ പഠിക്കുന്ന സമയത്ത് എന്റെ മറ്റേ പ്രതീക്ഷകളൊക്കെ കാറ്റിൽ പറത്തിക്കൊണ്ട് ഞങ്ങളുടെ ക്ലാസ്സിലെ ഒരു 4-5 പിള്ളേർ ചേർന്ന് എന്റെ വീട് കണ്ടുപിടിച്ച് എന്റെ വീട്ടിലേക്ക് ഒരു ദിവസം വന്നു.
അപ്പോഴാണ് ഇവര് കള്ളി മറ്റേ വെളിച്ചത്താവുന്നത്. അതായത് ഞാൻ പറഞ്ഞ പോലുള്ള സെറ്റപ്പ് ഒന്നും അല്ല. മറ്റേ AC റൂമില്ല, മറ്റേ അറ്റാച്ച്ഡ് ബാത്റൂം അല്ല. അപ്പൊ അത് അന്നത്തെ ദിവസം എനിക്ക് ഭയങ്കര ഷോക്കായിരുന്നു. ഞാൻ വാതിൽ തുറന്ന് നോക്കുമ്പോ ഇവര് എന്റെ ക്ലാസ്സിൽ പഠിക്കുന്ന 3-4 പിള്ളേര് വന്ന് എന്റെ വീട്ടില് നിൽക്കുന്നതാ. പക്ഷെ അന്ന് എനിക്ക് ഭയങ്കര ചളിപ്പൊക്കെ ആണെങ്കിൽ ഞാൻ മറ്റേ എന്റെ അത് പുറമേ കാണിക്കാതെ വീട്ടിലേക്ക് ഡോറൊക്കെ ഓപ്പൺ ചെയ്ത് ഫുഡൊക്കെ കൊടുത്ത് അവരെ പറഞ്ഞയച്ച് പിറ്റേ ദിവസം എനിക്ക് സ്കൂളിൽ പോകാൻ എനിക്ക് ഭയങ്കര മടിയായിരുന്നു. കാരണം ഇത്രയും നാള് ഞാൻ പറഞ്ഞ കള്ളങ്ങളൊക്കെ വെച്ചിട്ട് ഇവരെന്നെ ഏത് രീതിയിലായിരിക്കും റിസീവ് ചെയ്യാന്നുള്ള എനിക്ക് വൻ പേടിയായിരുന്നു. മറ്റേ നമ്മളില് 2 നായകന്മാര് പിറ്റേ ദിവസം പോവില്ലേ, ആ ഒരു പേടിയോട് കൂടിയിട്ടാണ് ഞാൻ അന്ന് പിറ്റേ ദിവസം സ്കൂളിൽ പോയത്. ഇവരെന്താ ചെയ്യാൻ പോണെ, എന്നെ കളിയാക്കോ, ഇത്രയും നാള് ഞാൻ പറഞ്ഞ കള്ളം വെച്ചിട്ട് എന്നെ ഇവര് വേറെ ഏതെങ്കിലും രീതിയിൽ എന്നെ ബുള്ളിങ് ചെയ്യൂ എന്നൊക്കെയുള്ള വൻ പേടിയില്ല ഞാൻ പോകുന്നത്. പക്ഷെ താങ്ക് ഗോഡ് എന്റെ ഫ്രണ്ട്സ് നല്ലതായതുകൊണ്ടോ ആ സമയത്ത് എന്റെ സ്കൂളിൽ പഠിച്ച ക്ലാസ്സിലുണ്ടായിരുന്ന പിള്ളേര് നല്ലതായതുകൊണ്ടോ ചിലപ്പോ അവര് ഞാനില്ലാത്ത സമയത്ത് ചിലപ്പോ പറഞ്ഞിട്ടുണ്ടായിരിക്കും അവൻ പറഞ്ഞ ഫുള്ള് കള്ളമായിരുന്നു, അവൻ വൻ ബഡായി ആയിരുന്നു എന്നൊക്കെ ചിലപ്പോ അവര് പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പറഞ്ഞിട്ടുണ്ടായിരിക്കാം, എനിക്കറിയില്ല. പക്ഷെ ഞാൻ കേൾക്കെ ഞാൻ കാണെ ആ ഒരു രീതിയിലുള്ള ഒരു കളിയാക്കലും ഞാൻ ഫേസ് ചെയ്യേണ്ടി വന്നിട്ടില്ല. പക്ഷെ അപ്പോഴൊക്കെ നമ്മളുടെ ഒരു ഉള്ളിന്റെ ഉള്ളിലുണ്ടാവുമല്ലോ ഒരു നല്ലൊരു നമ്മളുടെ ഇഷ്ടത്തിനനുസരിച്ചുള്ള ഒരു വീട്ടിലേക്ക് നമ്മൾ പൊരുത്തപ്പെട്ട് മാറണം, നമുക്ക് ഇഷ്ടപ്പെട്ട റൂമിൽ കഴിയണം, കുറച്ചും കൂടെ വൃത്തിയായിട്ടുള്ള കുറച്ചും കൂടെ എസ്തെറ്റിക് ആയിട്ടുള്ള ഒരു സ്പേസിൽ ജീവിക്കണം എന്നൊക്കെ എല്ലാവരും പോലെ എനിക്ക് ആഗ്രഹം ഉണ്ടായിരുന്നു. ഞാൻ എന്റെ ഒരു ഡിഗ്രി കാലഘട്ടമൊക്കെ കഴിഞ്ഞതിന് ശേഷമാണ് പിന്നെ വീടൊക്കെ ഞങ്ങൾ കൊടുത്ത് ഞങ്ങൾ രണ്ടു താമസിക്കാൻ തുടങ്ങിയത്. അപ്പൊ തൊട്ട് വലിയ കുഴപ്പമില്ലാത്ത നല്ല സ്പേസിൽ തന്നെയാണ് നമ്മൾ ജീവിച്ചു പോകുന്നത്. പക്ഷെ നമ്മളിപ്പോ ഒരു ഞാനിപ്പോ റെന്റിലാണ് താമസിക്കുന്നത്. പക്ഷെ റെന്റിൽ താമസിക്കുമ്പോൾ ഞാൻ വീട് നോക്കുമ്പോഴും ഞാൻ എന്റെ ഉള്ള ഒരേ ഒരു ഡിമാൻഡ് എന്ന് പറയുന്നത് കാണാൻ നല്ല ഭംഗിയുള്ള വീടായിരിക്കണം. ആഹ് പറ്റുമെങ്കിൽ അവിടെ ഒരു ബാൽക്കണി വേണം, എസ്തെറ്റിക്കലി നന്നായിരിക്കണം, എന്നൊക്കെയുള്ള എന്റെ ഡിമാൻഡ്സ്. ഞാൻ ഒരിക്കൽ സ്വപ്നം കണ്ട ലൈഫാണ് ഞാൻ ഇപ്പൊ ജീവിക്കുന്നത്. അതായത് എനിക്ക് ചിലപ്പോൾ വലിയ സേവിങ്സ് ഉണ്ടാവില്ല, വലിയ ഏർണിങ്സ് ഒന്നും ചിലപ്പോൾ ഉണ്ടാവില്ല. പക്ഷെ അത്യാവശ്യം നല്ല സ്ഥലത്താണ് ഞാനിപ്പോ താമസിക്കുന്നത്, ഞാനിപ്പോ കിടന്നുറങ്ങുന്നതും എന്നൊക്കെയുള്ള ഒരു ആം, ബോധത്തിൽ ആ ഒരു വിശ്വാസത്തിൽ ജീവിക്കുമ്പോൾ എനിക്ക് ഒരു സുഖമൊക്കെ ഉണ്ട്. ബേസിക്കലി ഞാൻ ഇച്ചിരി ഫാമിലി സീക്രസ് ഉള്ള ആളാണ്. അതായത് അച്ഛൻ്റെയും നമ്മുടേത് ഇച്ചിരി വിട്ട് നിൽക്കാൻ ഇച്ചിരി മടിയുള്ള ആളാണ്. അതുകൊണ്ട് തന്നെ ദുബായിലൊക്കെ പോയ സമയം എനിക്ക് വൻ കഷ്ടപ്പാടായിരുന്നു. ഈ ഹോം സിക്നസ് ഉള്ളതുകൊണ്ട് ഭയങ്കര പ്രശ്നമായിരുന്നു. എന്റെ 30ാമത്തെ വയസ്സില് ഞാൻ എടുത്ത ഏറ്റവും വലിയ തീരുമാനമാണ്, അതായത് എന്റെ അച്ഛന്റെ അമ്മയുടെയും അടുത്ത് നോക്കും മാറി തനിച്ചൊന്ന് ജീവിതം ജീവിച്ച് നോക്കണം, എനിക്ക് എന്നെ തന്നെ ഒന്ന് മോൾഡ് ചെയ്തെടുക്കണം എന്നുള്ള ഉദ്ദേശം കൊണ്ടാണ് ഞാൻ ഒറ്റയ്ക്ക് ഒരു ഫ്ലാറ്റ് എടുത്ത് എന്റെ വീട്ടിൽ നിന്ന് മാറി താമസിക്കാൻ തുടങ്ങിയത്. വീട്ടിൽ നിന്ന് മാറി താമസിക്കാൻ തുടങ്ങിയെന്ന് വെച്ചാൽ തൊട്ടപ്പുറം തന്നെയാണ് എന്റെ വീട്, ഒരു 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 കഷ്ടിച്ചൊരു കിലോമീറ്റർ അപ്പുറം. ആ 1 കിലോമീറ്റർ റൗണ്ടിലാണ് ഞാൻ പുതിയൊരു ഫ്ലാറ്റ് റെന്റിന് എടുത്തിട്ട് മാറാൻ തീരുമാനിച്ചത്. ഇപ്പൊ ആക്ച്വലി ഞാൻ നിൽക്കുന്നത് കാക്കനാട് ചിറ്റയത്തുകര അടുത്തുള്ള ഫ്ലാറ്റിലാണ്. ഫ്ലാറ്റിന്റെ പേര് പറയാത്തത് ഇവിടുത്തെ കുറച്ച് സെക്യൂരിറ്റി റീസൺ ഉള്ളതുകൊണ്ടാണ്, ആരാധകരെ വരുന്നതുകൊണ്ടല്ല. ഓക്കെ, അപ്പോ ചിറ്റയത്തുകരയുള്ള എന്റെ റെന്റഡ് ഫ്ലാറ്റിന്റെ ടൂറിലേക്കാണ്, ഹോം ടൂറിലേക്കാണ് നമ്മൾ കിടക്കാൻ പോകുന്നത്. വാ. അപ്പോ ഇത് 11th ഫ്ലോറിലാണ് എന്റെ ഈ ഫ്ലാറ്റ് ഉള്ളത്. 11th ഫ്ലോറിൽ 11C, 5B എന്നൊക്കെ പറയുന്നത് 11C. അപ്പൊ ഒരുപാട് പേരുടെ ഹോം ടൂർസ് ഞാൻ പല ചാനലിലായിട്ട് ചെയ്തിട്ടുണ്ട്. പക്ഷെ ഫോർ ദ ഫസ്റ്റ് ടൈം എന്റെ ചാനലിന് വേണ്ടിയിട്ട് ഞാൻ എന്റെ ഹോം ടൂർ ചെയ്യാണ്. സ്വാഗതം. ഡോറ് തുറന്നു വരുമ്പോ തന്നെ ഇവിടെ ഒരു ഷൂ റാക്ക് കാണാം. ഇവിടെ ചെറിയൊരു വുഡൻ ഷൂ റാക്ക് കാണാം. ഇവിടെ എനിക്ക് വലിയ ഷൂസ് ഒന്നും ഇല്ലാത്തതുകൊണ്ട് കൂടുതലായിട്ട് ഇവിടെ പുറത്ത് ചെറിയ ഷൂ റാക്കിൽ തന്നെയാണ് പരിപാടികളൊക്കെ വെക്കുന്നത്. വേണമെങ്കിൽ പക്ഷെ വെക്കാം അത് രീതിയിലൊക്കെ വരുന്ന സമയത്ത്. ഓക്കെ, അപ്പോ നേരെ നമ്മള് എന്റർ ചെയ്ത് വരുമ്പോ തന്നെ കാണുന്നത് നമ്മളൊരു വിത്ത് ബാൽക്കണി ഉള്ള ഒരു ലിവിങ് സ്പേസ് ആണ്. ഈ ലിവിങ് സ്പേസിൽ തന്നെയാണ് നമ്മളുടെ കിച്ചണും വരുന്നത്, ഓപ്പൺ കിച്ചണും വരുന്നത്. ഓക്കെ, ദിസ് ഇസ് അവർ കിച്ചൺ സ്പേസ്. ഈ കിച്ചൺ സ്പേസിൽ ഇരുന്നുകൊണ്ട് തന്നെ നമുക്ക് കുക്ക് ചെയ്യുമ്പോൾ തന്നെ നമുക്ക് വേണമെങ്കിൽ TV കാണാം. ഇവിടെ ആരെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇവരോട് സംസാരിക്കാം. പിന്നെ ഇവിടെ കുക്കിംഗ് പരിപാടികളൊന്നും ഇല്ല, ഞാൻ ഒറ്റയ്ക്ക് താമസിക്കുന്നതുകൊണ്ട്. പക്ഷെ എന്നിരുന്നാലും നമ്മൾ ഒറ്റയ്ക്ക് ബാച്ചിലേഴ്സിനൊക്കെ എപ്പോഴും ഇവരുടെ രക്ഷകനാവുന്ന ബ്രെഡും പീനട്ട് ബട്ടറൊക്കെ നമ്മളിവിടെ കഴിക്കാൻ ചെയ്യുന്നുണ്ട്. പീനട്ട് ബട്ടറിന്റെ കാര്യം പ്രത്യേകം പറയാം. ഇത് പീനട്ട് ബട്ടർ ബൈ ഓർഗാനിക് ഹണി, ഹാർബിയൻസ് എന്നുള്ളൊരു കമ്പനിയുടെ, എന്റെ ഫ്രണ്ടിന്റെ കമ്പനിയാണ്. അപ്പൊ അവരെനിക്ക് പ്രത്യേകം അയച്ചു തന്നതാണ് പ്രൊമോഷൻ ചെയ്യാൻ വേണ്ടി. പക്ഷെ ഇതുവരെ കാര്യമായിട്ടൊന്നും നടന്നില്ല. അപ്പോൾ നിങ്ങൾ പീനട്ട് ബട്ടർ ഒക്കെ കഴിക്കുന്ന ആൾക്കാരാണെന്നുണ്ടെങ്കിൽ, ജിമ്മിലൊക്കെ പോകുന്ന ആൾക്കാരാണെന്നുണ്ടെങ്കിൽ, ഹാർബിയൻസ് പീനട്ട് ബട്ടർ തന്നെ പ്രത്യേകം വാങ്ങിക്കാൻ വേണ്ടി ശ്രമിച്ചോളൂ. നാച്ചുറൽ ആണ്, ഹോം മെയ്ഡ് ആണ്, ഒരു ടോക്സിൻസോ കെമിക്കൽസോ ഒന്നും ഇല്ലാതെ എന്റെ ഫ്രണ്ടിന്റെ അമ്മ അവിടെ അവന്റെ വീട്ടിൽ പ്രിപ്പയർ ചെയ്യുന്നതാണ്. ഹാർബിയൻസ് എന്നാണ് ആ ബ്രാൻഡിന്റെ പേര്. ഇൻസ്റ്റാഗ്രാമിൽ അവരുടെ പേജ് ഉണ്ട്, വേണമെങ്കിൽ നിങ്ങൾക്ക്
അവരുടെ ഇൻസ്റ്റാഗ്രാം പേജിൽ കയറിയിട്ട് നിങ്ങൾക്ക് ഹാർവിയൻസ് പീനട്ട് ബട്ടർ ഹെൽത്തി പീനട്ട് ബട്ടർ ഓർഡർ ചെയ്യാവുന്നതാണ്. ഓക്കെ, അപ്പൊ ഇതാണ് നമ്മുടെ കിച്ചൺ. കിച്ചണിൽ ഞാൻ പറഞ്ഞ പോലെ ഗ്യാസ് ഒന്നും നമ്മൾ അധികം കത്തിച്ച് ഉപയോഗിക്കേണ്ടതായിട്ടുള്ള ഒന്നും വന്നിട്ടില്ല. കാരണം തൊട്ടപ്പുറത്താണ് വീട്, അതോടെ ഞാൻ വീട്ടിൽ പോയിട്ട് ഫുഡ് കഴിക്കാനും പതിവ്. യൂഷ്വലി നമ്മൾ ഷൂട്ട് ചെയ്യാനും പിന്നെ എല്ലാവരും ചിലരുടെ എഴുത്തും പരിപാടികളൊക്കെ മാത്രവും പിന്നെ രാത്രി കിടന്നുറങ്ങാനൊക്കെ വേണ്ടിയാണ് ഇങ്ങോട്ട് വരിക. ഇതിന്റെ സാധനങ്ങളൊക്കെ എനിക്ക് തുറന്ന് കാണിക്കണമെന്നുണ്ട്. കാരണം ഇതൊക്കെ വിജനമായിട്ട് കിടക്കുന്നതുകൊണ്ട് തുറന്ന് കാണിച്ചുകൊണ്ട് വലിയ പ്രയോജനമൊന്നുമില്ല. അതിലൊന്നുമില്ല. കുറച്ച് പ്ലേറ്റ്സും ചില ഗ്ലാസും മാത്രമേ ഉള്ളൂ, അല്ലാതെ വേറെ ഒരു പരിപാടി ഒന്നുമില്ല. പിന്നെ ഇവിടെ ഫ്രിഡ്ജ് ഉണ്ട് പേരിന്. ഈ ഫ്രിഡ്ജും ഞാൻ ഉപയോഗിക്കാറില്ല. കാരണം എന്തെങ്കിലും കിച്ചണിലേക്കൊക്കെ ആവശ്യം എന്തെങ്കിലും വേണമെങ്കിലല്ല നമ്മുടെ ഫ്രിഡ്ജ് ഉപയോഗിക്കേണ്ട ആവശ്യമുള്ളൂ. നമ്മൾ ഫ്രിഡ്ജും കാര്യമായിട്ട് ഉപയോഗിക്കാറില്ല. പിന്നെ ഉപയോഗിക്കുന്ന ഒരു സാധനം ഇവിടുത്തെ നമ്മുടെ ടി വി ആണ്. ടി വി ഞാൻ ഇവിടെ വന്നിരുന്ന ഉപയോഗിക്കാറുണ്ട്. നമ്മള് ഇവിടെ ഈ സോഫയിലൊക്കെ ഇരുന്ന് നമ്മള് ടി വി ഒക്കെ കാണുമ്പോ നല്ല രസമുണ്ട്. ഇനി ടി വി കാണുമ്പോ തന്നെ നമ്മളുടെ കണ്ണിന് കുളിർമയേകാൻ വേണ്ടിയിട്ട് ഞാൻ വീട്ടിൽ നിന്ന് കുറച്ച് പ്ലാന്റ്സും ഒറിജിനൽ പ്ലാന്റ്സ് കേട്ടോ, ഞാൻ തന്നെ നട്ടു വളർത്തിയ കുറച്ച് പ്ലാന്റ്സ് ഒക്കെ ഇവിടെ ഒരു ഭംഗിക്ക് വേണ്ടിയിട്ട് ഇൻഡോർ പ്ലാന്റ്സ് ആയിട്ട് കൊണ്ടുവച്ചിട്ടുണ്ട്. ആൻഡ് ബൈ ദ ബൈ ഇങ്ങോട്ടൊന്നും ക്യാമറ ചലിപ്പിക്കൂ. എന്റെ അറ്റയർ എങ്ങനെ ഉണ്ട് ഇന്നത്തെ? അടിപൊളിയായിട്ടുണ്ട്. അച്ഛനമ്മയുടെ ഷർട്ടാ. ഞാൻ വളരെ റീസെന്റ് എന്റെ ചാനൽ തുടങ്ങുമ്പോൾ ഇടാൻ കരുതി വെച്ച ഷർട്ടാണ് അച്ഛനമ്മന്റെ ഷർട്ട്. അത്യാവശ്യം അടിപൊളിയാണെന്നുണ്ടെങ്കിൽ ഈ ഷർട്ട് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഷർട്ടിന്റെ ലിങ്ക് ഞാൻ വേണമെങ്കിൽ പ്രൊഡക്റ്റ് ടാഗിൽ ഇവിടെ കൊടുത്തേക്കാം. ആവശ്യമുള്ളവര് കരുതി വാങ്ങിക്കാവുന്നതാണ്. പറയാതിരിക്കാൻ പറ്റത്തില്ല, ഭയങ്കര നല്ല ഫിറ്റിങ്സും നല്ല മെറ്റീരിയലുമാണ്. ഫിറ്റിങ്സ് ഒക്കെ സൂപ്പർ ആയിട്ടിരിക്കുന്നില്ലേ? അപ്പൊ വേണമെന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ കരുതി ഷർട്ട് പർച്ചേസ് ചെയ്യുന്നതാണ്. അപ്പോൾ നമ്മൾ പറഞ്ഞു വന്നത് പ്ലാന്റ്സിന്റെ കാര്യമാണ്. അപ്പോ പ്ലാന്റ്സ് നമ്മളിവിടെ കരുതി വെച്ചാൽ അപ്പൊ ഞാൻ കുറച്ചൊക്കെ ഈശ്വര വിശ്വാസി ആയതുകൊണ്ട് ഞാൻ ഇവിടെ ഒരു ഗണപതിയും കൃഷ്ണനും ഒക്കെ വെച്ചിട്ടുണ്ട്. ഇവിടെ നമ്മള് എല്ലാ ദിവസവും വൈകുന്നേരം ഇവിടെ തിരികെ കൊടുത്തി പ്രാർത്ഥിക്കണം എന്നൊക്കെയാണ് മനസ്സിൽ. പക്ഷെ സമയം കിട്ടാത്തതുകൊണ്ട് ആ പരിപാടിക്ക് നിൽക്കാറില്ല. പക്ഷെ എന്തായാലും ഷൂട്ടിനൊക്കെ പോകുന്ന സമയത്ത് ഇവിടെ തൊഴുത് നന്നായിട്ട് പ്രാർത്ഥിച്ചിട്ടൊക്കെ പോകാറുള്ളൂ. പിന്നെ ഒൺലി ഫോർ ഷോ കുറച്ച് പുസ്തകങ്ങളൊക്കെ വെച്ചിട്ടുണ്ട്. ഞാൻ ഒന്നും വായിക്കാറില്ല. പക്ഷെ ഈ പറഞ്ഞ പോലെ ഒറ്റയ്ക്ക് ഇരിക്കുന്ന സമയം കിട്ടാറില്ല, വായിക്കാനുള്ള സമയം കിട്ടാത്തതുകൊണ്ടാണ്. അല്ലെങ്കിൽ പ്ലസ് ടുവിലൊക്കെ പഠിക്കുമ്പോൾ ഡിഗ്രിക്ക് പഠിക്കുന്ന സമയത്ത് അത്യാവശ്യം നന്നായിട്ട് വായിച്ചിരുന്ന ആളാണ്. ഇപ്പൊ എല്ലാം പോയി. അതൊക്കെ ആ ഹാബിറ്റും കൂടെ പൊടി തട്ടിയെടുക്കണം എന്ന് വിചാരിക്കുന്നു. ഓക്കെ, പിന്നെ എനിക്ക് എടുത്ത് പറയേണ്ടത് ഞാനത് നമ്മളെ ഈ ഫ്ലാറ്റിലേക്ക് മാറിയപ്പോ എക്സ്ക്ലൂസീവ്ലി വാങ്ങിച്ച നമ്മളുടെ ബുദ്ധക്കുട്ടന്മാരാണ്. ഭയങ്കര ക്യൂട്ടായിട്ടില്ലേ? അടിപൊളിയായിട്ടില്ലേ? എന്നെ പോലെ തന്നെ സുന്ദരനായിട്ടില്ലേ? ഇതിന്റെ ലിങ്ക് ഞാൻ വേണമെങ്കിൽ പ്രൊഡക്റ്റ് ഡീറ്റെയിൽസ് കൊടുത്തേക്കാം പറ്റുമെന്ന് ഞാൻ വിചാരിക്കുന്നു. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് വാങ്ങിക്കാൻ. ഭയങ്കര ക്യൂട്ടായിട്ടുണ്ട്, അടിപൊളിയായിട്ടുണ്ട്. ഇനി എനിക്ക് ഈ ഫ്ലാറ്റിൽ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ട ഒരു ഏരിയയിലേക്കാണ് ഞാൻ പോകുന്നത്. ഈ ഫ്ലാറ്റ് വാങ്ങിക്കാനുള്ള ഒരേ ഒരു കാരണം കൂടെ ഇതാണ്. അതായത് എനിക്ക് സന്തോഷം വരുമ്പോഴും ദുഃഖം വരുമ്പോഴും എന്തെങ്കിലും ടെൻഷൻ വരുമ്പോഴും എനിക്ക് പോകാൻ നിന്ന് കയറി നിൽക്കാൻ ഇഷ്ടമുള്ള ഒരു സ്പേസ് ആണ്. ആ സ്പേസ് ആണ് ഞാൻ കാണിച്ചു തരാൻ പോകുന്നത്. ഈ വീട്ടിലെ ദ വെരി ബാൽക്കണി ഏരിയ. വളരെ വിശാലമായിട്ടുള്ള ഒരു ബാൽക്കണി സ്പേസ് നമുക്കുണ്ട്. അപ്പോ ഇവിടെ നിന്ന് കഴിഞ്ഞാൽ നമുക്ക് ദ ഹോൾ സിറ്റി നമുക്ക് കാണാൻ പറ്റും. കാക്കനാട് മാത്രമല്ല, ദ ഹോൾ കൊച്ചി നമുക്ക് കാണാൻ സാധിക്കും. അങ്ങോട്ടേക്ക് നോക്കുന്ന സമയത്ത് നിങ്ങൾ ആ പുക പടലം പോലെ കാണുന്നത് നിങ്ങൾ വിചാരിക്കും മഞ്ഞാണെന്ന്. പക്ഷെ മഞ്ഞല്ല, അത് പൊല്യൂഷൻ ആണെന്നാണ് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത്. പക്ഷെ രസമാണ് ഇവിടെ നിന്ന് ഇങ്ങനെ ദ ഹോൾ സെറ്റ് കാണാൻ വേണ്ടിയിട്ട്. സൂര്യാസ്തമയം കാണുന്നുണ്ടോ നിങ്ങൾ? കണ്ടോ? ഇവിടെ നിന്ന് നല്ല അടിപൊളിയായിട്ട് സൺസെറ്റ് ഒക്കെ ഇരുന്ന് കാണാം. ഒരു 5 മണി തൊട്ട് ഒരു 4:30 5 മണിയാകുമ്പോ തൊട്ട് ഇവിടെ വന്നിരുന്ന് ചായക്ക് കുടിച്ച ആഹാ അടിപൊളിയാണ്. ഞാൻ എന്റെ ഫ്രണ്ട്സൊക്കെ ആയിട്ട് ഇതുപോലെ തന്നെ ഇവിടെ ഈവനിങ് ടൈമിലൊക്കെ വന്ന് കഥ പറയാനും ഒക്കെ ചായ കുടിച്ചുകൊണ്ട് ഉപയോഗിക്കുന്ന ഒരു സ്പേസ് കൂടെയാണ്. എനിക്ക് ഈ ഫ്ലാറ്റിൽ ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു സ്പോട്ടും ഈ ബാൽക്കണി ഏരിയ. കണ്ട കൂകുന്നത് കണ്ട? അപ്പോ ഇവിടെ നിന്ന് നമുക്ക് ഫുൾ കാണാന്നേ. നമ്മളെ എവിടെയാണ് ഇതാ ഇങ്ങോട്ട് നോക്കിക്കഴിഞ്ഞാൽ നമ്മളുടെ കൊച്ചി മെട്രോ കാണാൻ പറ്റും, കായൽ കാണാൻ പറ്റും. രസമാണ് ഇവിടെ നിൽക്കാനും ഇരുന്ന് സംസാരിക്കാനും ഒക്കെ. എനിക്ക് ബാൽക്കണിയുടെ വേറൊരു ഭയങ്കര കോഴി പോലും പോകാൻ തുടങ്ങി. ഈ ബാൽക്കണിയുടെ വേറൊരു പ്രത്യേകത എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ബാൽക്കണി ഏരിയ എക്സ്റ്റെൻഡ് ചെയ്തേക്കുന്നത് നമ്മുടെ ബെഡ്റൂം സ്പേസിലേക്കാണ്. അപ്പൊ ഇവിടെ നിന്ന് നമുക്ക് വേണമെങ്കിൽ ബെഡ്റൂമിലേക്ക് കിടക്കാം. അപ്പോ ബാൽക്കണിയിൽ നിന്ന് നേരെ നമ്മളുടെ ബെഡ്റൂമിലേക്ക് എൻ്റർ ചെയ്യാം. അതാണ് നമ്മളുടെ സിമ്പിൾ ക്യൂട്ട് ബെഡ്റൂം. ഞാൻ അധികം താമസിച്ചിട്ട് ഒരു ആഴ്ചയൊക്കെ ആവുന്നുള്ളൂ കൂടെ. അപ്പൊ നമ്മളിതിലേക്ക് അധികം സാധനങ്ങളൊന്നും കയറ്റാൻ പറ്റിയിട്ടില്ല. കുറച്ചുകൂടെ എസ്തറ്റിക് സാധനങ്ങൾ നമുക്ക് ഇതിലേക്ക് പിടിക്കാറുണ്ട്, വഴിയെ പിടിക്കാം. അപ്പോ ഈ ബെഡ്റൂമിൽ ഈ പറഞ്ഞ പോലെ ഏറ്റവും ഇഷ്ടപ്പെട്ട സാധനം, ഞാൻ ബേസിക്കലി കേർട്ടൻസ് ക്ലോസ് ചെയ്യാറില്ല രാത്രി കിടന്നുറങ്ങുമ്പോ. കാരണം ഈ കേർട്ടൻസ് ഒക്കെ മാറ്റിക്കഴിഞ്ഞാൽ നമ്മള് ഫുള്ള് ഇവിടെ മൂൺ രണ്ടും സ്റ്റാർസ് രണ്ടും നമുക്ക് കിടക്കാം.
കണ്ടോ? അപ്പൊ ഞാൻ ബേസിക്കലി കർട്ടൻസ് രാത്രി ഉപയോഗിക്കാറില്ല. കാരണം രസമാണ്. നക്ഷത്രങ്ങളൊക്കെ കണ്ട് നമ്മളുടെ ബെഡ്റൂമിൽ കിടക്കാന്ന് പറയുന്നത് സുഖമുള്ള കാര്യമല്ലേ. അപ്പൊ കർട്ടൻസ് ഇടാറില്ല. രാവിലെ മാത്രമേ ഇടാറുള്ളൂ. ഇവിടെ മൂണും ശ്വാസം പോലെ തന്നെ ഞാൻ കിടക്കുന്നതിന്റെ തൊട്ട് സൈഡിലായിട്ട് ഞാൻ എൻ്റെ ഒരു ഗണപതിയുടെ വിഗ്രഹം വെച്ചിട്ടുണ്ട്. അതെനിക്ക് രാവിലെ എഴുന്നേൽക്കുമ്പോ ഗണപതിനെ കണ്ട് ഉണരാലോ എന്ന് എഴുതിയിട്ടാണ്. തൊട്ടപ്പുറത്ത് എൻ്റെ ഒരു ക്ലബ് എഫ് എം സോഷ്യൽ മീഡിയ സ്റ്റാർ എന്നൊരു ഫോട്ടോ വെച്ചേക്കുന്നുണ്ടോ? ഈ ഫോട്ടോ അല്ലെങ്കിൽ ഈ ഒരു ഫ്രെയിം എനിക്ക് ക്ലബ് എഫ് എമ്മിലായിരുന്ന സമയത്ത് ഏറ്റവും കൂടുതൽ വീഡിയോസ് ചെയ്ത് ഏറ്റവും കൂടുതൽ റീച്ച് പോയ വീഡിയോസിന് ക്ലബ് എഫ് എം പെർഫോമർ ഓഫ് ദ മന്ത് പെർഫോമർ ഓഫ് ദ മന്ത് ആയിട്ട് എനിക്ക് തന്നതാണ് ആ ഫോട്ടോ. ആ ഫോട്ടോ എന്റെ ഭയങ്കര ഫേവറേറ്റ് ആണ്. കാരണം ക്ലബിൽ ജോയിൻ ചെയ്തപ്പോ എനിക്ക് സീനിയേഴ്സിന്റെ ഇടയിൽ ആദ്യമായിട്ട് ഒരു ജൂനിയർക്ക് കിട്ടുന്ന പെർഫോമർ ഓഫ് ദ മന്ത് ഞാനായിരുന്നു. ഞാനും എന്റെ ബാച്ചിലർ വേറൊരു ആളും കൂടെ ഉണ്ടായിരുന്നു. അല്ലെങ്കിൽ ഭയങ്കര സ്പെഷ്യൽ ആയിരുന്നു. അതുകൊണ്ടാണ് ഇപ്പോഴും അത് അവിടെ തന്നെ വെച്ചേക്കുന്നത്. പിന്നെ എനിക്ക് എന്നെ തന്നെ കണ്ടിരിക്കാനല്ല. പിന്നെ നമ്മുടെ കിടക്കുന്നതിന്റെ ജസ്റ്റ് ഓപ്പോസിറ്റ് ആയിട്ട് എന്റെയും അമ്മയുടെയും ഒരു ഫോട്ടോ വെച്ചിട്ടുണ്ട്. എന്റെ ഫ്രണ്ട് എനിക്ക് ബർത്ത്ഡേ ഗിഫ്റ്റ് ചെയ്തതാണ്. അപ്പോ അതും വെച്ചിട്ടുണ്ട് എപ്പോഴും കാണാൻ വേണ്ടിയിട്ട്. പിന്നെ സൈഡിലായിട്ട് ഇവിടെ ഒരു വാർഡ്രോബ് സെറ്റ് ചെയ്തിട്ടുണ്ട്. പക്ഷെ ഈ വാർഡ്രോബ് തുറന്ന് കാണിക്കണം എന്ന് എനിക്ക് ആഗ്രഹമുണ്ട്. പക്ഷെ കാണിക്കണ്ട, വേറെ ഡ്രസ്സൊന്നുമില്ല. നമ്മൾ വേറെ അല്ലാത്ത സ്കൂൾസ് സാധനങ്ങളൊക്കെ നമ്മൾ വെച്ചേക്കണം. എന്ത് ഇടയ്ക്ക് കുറയും. ഓക്കെ, അപ്പൊ അതുകൊണ്ടാണ് നമ്മൾ തുറന്ന് കാണിക്കാറ്. പക്ഷെ നമ്മളൊരു ദിവസം നമ്മൾ നമ്മുടെ വാർഡ്രോബൊക്കെ തുറക്കുന്ന നമ്മളെ ഫുൾ കോസ്റ്റ്യൂംസ് ഒക്കെ കാണിച്ചു കിട്ടുന്ന ഒരു വീഡിയോ ഉണ്ടാവുമെന്ന് പ്രതീക്ഷിക്കുന്നു. ആൻഡ് വാർഡ്രോബിന്റെ സൈഡിലായിട്ട് നമുക്ക് ചെറിയൊരു ബാത്റൂം ഉണ്ട്. ചെറുതല്ല, ചെറിയൊരു വിശാലമായ ബാത്റൂമാണ്. ബാത്റൂം കാണിക്കണോ? വേണ്ട, പ്രശ്നമാകും. അപ്പൊ ഇവിടെ ഒരു ബാത്റൂം ഉണ്ട്. പിന്നെ ഇവിടെ തുറന്ന നേരെ നമ്മളുടെ ലിവിംഗ് സ്പേസിലേക്ക് നമുക്ക് പിന്നെ യെസ്. അപ്പൊ ഇതാണ് വളരെ സിമ്പിൾ ക്യൂട്ട് ചെറിയ ഒരു 1 BHK അപ്പാർട്ട്മെന്റ്. അവിടെ ഇപ്പൊ ഞാൻ മാത്രമല്ല താമസിക്കുന്നുള്ളൂ. അപ്പൊ ഇടയ്ക്ക് എന്റെ ബിസിനസ് പാർട്ട്ണർ വരും. അപ്പൊ ഞങ്ങൾക്ക് രണ്ടുപേർക്കും മാത്രം താമസിക്കാനല്ലേ മതി. ഇതാണ് അപ്പൊ നമ്മളുടെ സ്വർഗം. അപ്പൊ ഇവിടെ നിന്നാണ് നമ്മളിപ്പോ ഷൂട്ടിനും പരിപാടികൾക്കും ഒക്കെ നമ്മൾ തയ്യാറെടുത്ത് പോയിക്കൊണ്ടിരിക്കുന്നത്. ഹോപ്പ് യു ലൈക്ക് നമ്മളുടെ ഫ്ലാറ്റ്. കുറെ കാര്യങ്ങളൊക്കെ ഇനി കയറ്റാനുണ്ട്. ഒരു ഡീറ്റെയിൽഡ് ആയിട്ടുള്ള സാധനങ്ങളൊക്കെ കയറ്റിയിട്ടുള്ള ഒരു വളരെ വിശാലമായിട്ടുള്ള ഹോം ടൂർ നമ്മൾ കുറെ കാലം കഴിയുമ്പോൾ ഇനി രണ്ടാമത് ചെയ്യും, ഇവിടെ ഇന്റീരിയർ ഒക്കെ ചെയ്തതിന് ശേഷം. പക്ഷെ ഇപ്പോ എനിക്ക് തോന്നി വീഡിയോ തുടങ്ങിയ സമയത്ത്, നമ്മളെ ചാനൽ തുടങ്ങുന്ന സമയത്ത് ഈ ഫ്ലാറ്റ് കാണിച്ചുകൊണ്ട് തന്നെ തുടങ്ങാമെന്ന് കരുതി. കാരണം നമ്മളൊരു പുതിയ വെഞ്ചറാണ്, പുതിയ സ്റ്റാർട്ടായിരുന്നു. എനിക്ക് ഇവിടുന്ന് ഫ്ലാറ്റിലേക്ക് മാറിയതിനു ശേഷമാണ് പുതിയ ചാനൽ സ്റ്റാർട്ട് ചെയ്യാമെന്നൊക്കെയുള്ള ഒരു ആലോചനയൊക്കെ വന്നത്. അപ്പോ അത് കാണിച്ചു തുടങ്ങാമെന്ന് കരുതി. അപ്പോ ഇത്രേ ഉള്ളൂ നമ്മളുടെ ഹോം ടൂർ. ഇനി ഇതുപോലെ ഈ ചാനലിൽ തുരുതുര നമ്മളുടെ പേഴ്സണൽ സ്റ്റഫ്സ് നമ്മൾ വീഡിയോസ് ആയിട്ട് അപ്ലോഡ് ചെയ്യുന്നതാണ്. നമ്മളുടെ പോഡ്കാസ്റ്റ് വീഡിയോ ഒക്കെ ഉണ്ടായിരുന്ന എല്ലാവിധ സപ്പോർട്ടും നമ്മളുടെ പേഴ്സണൽ ചാനലിലും ഉണ്ടാവുമെന്ന് വിചാരിക്കുന്നു. നമ്മളുടെ കൂടെ ഉണ്ടാവണം. നമുക്ക് ഒരുമിച്ച് വളരാം, ഒരുമിച്ചൊരു കമ്മ്യൂണിറ്റി ഫാമിലി ബിൽഡ് ചെയ്തെടുക്കാം. കോണ്ടന്റ്സിൽ ഞാൻ എന്റെ പോഡ്കാസ്റ്റ് ചാനലിൽ യാതൊരുവിധ കോംപ്രമൈസും ചെയ്തിട്ടില്ല സോഫാർ. അതുപോലെ തന്നെ എന്റെ പേഴ്സണൽ ചാനലിലും അതേ കോംപ്രമൈസ് ചെയ്യാതെ നല്ല ക്വാളിറ്റി കണ്ടന്റ്സ് അപ്ലോഡ് ചെയ്യാന്നാണ് വിചാരിക്കുന്നത്. അപ്പോൾ എന്റെ പോഡ്കാസ്റ്റ് ചാനലിൽ നിന്ന് അതേ സപ്പോർട്ട് ഈ ചാനലിൽ തരുമെന്ന് വിചാരിക്കുന്നു. ഇനിയുള്ള യാത്രയിൽ നമുക്ക് ഒരുമിച്ച് കൈ പിടിച്ചുകൊണ്ട് അങ്ങോട്ട് മുന്നേറാം. അപ്പോൾ ഇനി പ്രത്യേകം പറയണ്ടല്ലോ, സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ചാനലിൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാലും ഇഷ്ടപ്പെട്ടില്ലെങ്കിലും ആരോഗ്യകരമായിട്ട് കമന്റ് ചെയ്യാനും മറക്കരുത്. നമുക്ക് ഒരുമിച്ച് വളരാം. ഓക്കെ, അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ബൈ.